ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ബാച്ച് ഇറങ്ങിയ കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യമേ ഇറങ്ങിയ ബാച്ചിലെ കുഞ്ഞുങ്ങളെ കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് യാതൊരു കുഴപ്പമില്ല. അന്നേരം നമുക്ക് എന്തായാലും നമ്മൾ ആ ബേസിനിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് മറ്റേ ഫ്രിഡ്ജിൻ്റെ ബോക്സിലോട്ട് മാറ്റാം. ഇതായിരുന്നു നമ്മൾ ആദ്യത്തെ ബാച്ച് ഇറങ്ങിയ കുഞ്ഞുങ്ങൾ. അന്നേരം നമ്മൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ബേസിനിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു മീനാണ് നമ്മൾ ഇട്ട് നോക്കിയത്. പക്ഷെ അതിന് യാതൊരു കുഴപ്പമില്ല. അന്നേരം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഈ ഒരു വലിയ ടാങ്കിനകത്തോട്ട് മാറ്റാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു റെഡിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് ഈ ഒരു ബേസിനകത്തോട്ട് മാറ്റാം. അങ്ങനെ നമുക്ക് ഇതിനകത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റാം. ബേസിനുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ ഈ ഒരു ഫിഷ് ടാങ്കിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അന്നേരം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളെ സെക്കൻഡ് ബാച്ച് ഇറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് 2 വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒരേ വലിപ്പത്തിലുള്ള കുഞ്ഞുങ്ങളെ ഇടാൻ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ. അങ്ങനെ നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റെഡിൻ്റെ ഒരു 7 കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ഒരു ഡിഷിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ ഇവന്മാരെ നമുക്ക് ഈ ഒരു ടാങ്കിനകത്തോട്ട് മാറ്റാൻ പറ്റും. അന്നേരം നമ്മളെല്ലാ കുഞ്ഞുങ്ങളെയും അതായത് ടാങ്കിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അന്നേരം നമ്മൾ ഇവിടെ ഒരു പ്രാവിൻ്റെ കൂടിൻ്റെ സൈഡിൽ നമ്മളൊരു ഗോൾഡൻ കാസ്കേഡിൻ്റെ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കണ്ട ഈ ഒരു ലീഫിന് മാത്രമേ ഉള്ളൂ ഇച്ചിരി പച്ചപ്പ്. ബാക്കി നമ്മൾ ഈ കയറ്റി വിട്ടത് മൊത്തം കരിഞ്ഞു പോയിട്ടുണ്ട്. അന്നേരം നമുക്ക് ഇതിനെ എടുത്ത് താഴ്ത്ത് നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ സൈഡിലോട്ട് വെക്കണം. അന്നേരം ഇനി നമ്മൾ ഗപ്പികൾക്ക് നമ്മൾ കുറച്ച് ലൈഫ് ഫുഡ് കൊടുക്കാനുള്ള കുറച്ച് പ്ലാൻ ഉണ്ട്. അന്നേരം നമ്മൾ കുറച്ച് മീനിനെ കൾച്ചർ ചെയ്യണം. അതായത് നമ്മൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.